ജിന്ദഗി ഭൂതേ മൗത്തന ഭൂതേ, ജീവിതം ഉണ്ടാവുകയും മരണമില്ലാതിരിക്കുകയും ചെയ്തെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ. ജിന്ദഗി ഭൂതേ മൗത്തന ഭൂതേ. പിന്നെ പറഞ്ഞു ബാൽതാരി ഭൂതേ ഫഖീരീന ഭൂതേ, സമ്പത്തുണ്ടാവുകയും ദാരിദ്ര്യമില്ലാതിരിക്കുകയും ചെയ്തെങ്കിൽ എത്ര നന്നായിരുന്നുവല്ല. പിന്നെ പറഞ്ഞു തന്തുറുസ്തി ഭൂതേ ബീമാരീന ഭൂതേ, ആരോഗ്യമുണ്ടാവുകയും രോഗങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്തെങ്കിൽ എത്ര നന്നായിരുന്നു. മൂസാ നബി അല്ലാഹുവോട് പറഞ്ഞ എന്താ പറഞ്ഞേ? ജീവിതം ഉണ്ടാവുക മരണമില്ലാതിരിക്കുക. പിന്നെ പറഞ്ഞ എന്താ? ആരോഗ്യം ഉണ്ടാവുക രോഗമില്ലാതിരിക്കുക. പിന്നെ പറഞ്ഞതാ സമ്പത്തുണ്ടാവാ ദാരിദ്ര്യമില്ലാതിരിക്കുക. ഇപ്പൊ മരണമില്ല, അലത്തൂൾ ജീവിതം, നല്ല ആരോഗ്യം, നല്ല പൈസ, നമ്മളൊക്കെ ആഗ്രഹിക്കണല്ലോ. മൂസാ നബി അലൈഹിസ്സലാം ഇത് റബ്ബിനോട് പറഞ്ഞപ്പോഴാണ് അല്ലാഹു പറഞ്ഞത്, മൂസാ നബിയെ അഗർ ജിന്ദഗി ഭൂതേ മൗത്തന ഭൂതേ, ജീവിതം ഉണ്ടാവുകയും മരണമില്ലാതിരിക്കുകയും ചെയ്താൽ മേരെ ലിഖാസേ കോൻ നവാസാ ഹോതാ. മൂസാ നബി നിന്നെ ആർക്ക് കാണാൻ കഴിയാനാ? നിങ്ങൾ തന്നെ തൂരി സീനാ പർവ്വതത്തിൽ വെച്ച് പറഞ്ഞില്ലേ, അല്ലാഹുവേ നിന്നെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന്. നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ. മൂസാ നബി എന്നെ കാണണോ? നിങ്ങൾ മരിക്കണം മൂസാ എന്ന് അല്ലാഹു മൂസാ അലൈഹിസ്സലാമിനോട്. മരിക്കാതെ റബ്ബിനെ കാണാൻ കഴിയില്ല. പിന്നെ പറഞ്ഞ എന്താ? മാൽദാരി ഭൂതേ ഫഖീരീന ഭൂതേ, സമ്പത്തുണ്ടാവുകയും ദാരിദ്ര്യമില്ലാതിരിക്കുകയും ചെയ്തെങ്കിൽ എല്ലാവരും മലയാളിമാര് ദാരിദ്ര്യമില്ല, ദരിദ്രന്മാരില്ല. അപ്പോൾ അല്ലാഹു മൂസാ അലൈഹിസ്സലാമിനോട് പറഞ്ഞത്, മൂസാ നബിയേ അഗർ മാൽദാരി ഭൂതേ ഫഖീരീന ഭൂതേ കോൻ മേരാ ദിക്ർ അദാ കർതാ കോൻ മേരാ ശുക്ർ അദാ കർതാ. മൂസാ നബി ആരെനിക്ക് ശുക്ർ ചെയ്യാനാ? എല്ലാവരും മോലാൽമാരാ. അപ്പൊ ഭയങ്കര തിരക്കിലോ. ജുമയൊക്കെ കണ്ടില്ല നിങ്ങള്? വെള്ളിയാഴ്ച അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ പായലാരാ? ആരാ? വലിയ വലിയ കച്ചവടക്കാര്. വേറെ ചില കച്ചവടക്കാരുണ്ട്. ഓലെ പണി എന്താന്ന് വെച്ചാല് മോലാളി ജുമയ്ക്ക് സുന്നിപ്പള്ളി പോകും, മറ്റേ പള്ളിയിൽ കുറച്ച് വൈകിട്ടാ ജുമയ തുടങ്ങാം. അപ്പൊ തൊഴിലാളിനെ മറ്റോടത്തേക്കും പറഞ്ഞേക്കും, എന്നാ പിന്നെ കട അടക്കണ്ടല്ലോ എന്നാ, വരുന്ന കസ്റ്റമർ ഒഴിഞ്ഞു പോകണ്ടല്ലോ എന്നാ. إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله. ആ രീതിയിലുള്ള തന്ത്രങ്ങളൊന്നും നിങ്ങൾക്ക് നന്നല്ല. ബാങ്ക് വിളിച്ചാൽ നിങ്ങളെല്ലാ ഏർപ്പാടും നിർത്തിവെച്ച് പള്ളിയിൽ പോയിക്കോളുമെന്ന് ഖുർആൻ. അതാ നിങ്ങൾക്ക് നല്ലത് എന്ന് ഇൻകുന്തും തഅലമൂൻ, നിങ്ങൾ കാര്യങ്ങൾ അറിയുന്നവരായിരുന്നെങ്കിൽ, മനസ്സിലാക്കിയിരുന്നവരായിരുന്നെങ്കിൽ. ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ എന്റെ ജുമാ ശരിയാവും അറിയില്ല, എല്ലാ വെള്ളിയാഴ്ച ഞാൻ മലയാളത്തിൽ കൊത്തുപോകുന്ന പള്ളിക്കാ പോയില്ല. അപ്പൊ ഞാൻ എന്താ എങ്ങനെ പോണ? എന്നോട് ഞാൻ മൊലാളി കടറക്കാൻ സമ്മതിക്കൂല. മൊലാളി സുന്നിപ്പള്ളി പോയിട്ട് 1:30 തിരിച്ചു വരും, മറ്റോടത്ത് 1:40 പ്രസംഗം തീരാ. അപ്പൊ എന്നെ അങ്ങോട്ട് പറഞ്ഞേക്കും. എല്ലാരും സമ്പന്നരാണെങ്കിൽ മൂസാ നബി എനിക്കൊരു ശുക്ർ ചെയ്യാൻ അൽഹംദുലില്ലാ എന്ന് ആർക്ക് പറയാൻ സമയം കിട്ടാനാ? അല്ലേ? പാവങ്ങളല്ലേ? ഒരു ജുമ കഴിഞ്ഞ് ദിക്ർ കഴിഞ്ഞ് ദുആ കഴിഞ്ഞ് 2ാം ദുആയും കഴിഞ്ഞ് പിന്നിന്റെ കൂടെ. പിന്നെ പറഞ്ഞതെന്താ? ആരോഗ്യമുണ്ടാവുകയും രോഗമില്ലാതിരിക്കുകയും ചെയ്തെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പൊ അല്ലാഹു പറഞ്ഞു, മൂസാ നബി അങ്ങനെയായിരുന്നുവെങ്കിൽ ആരെന്നെ ഓർക്കാനാ മൂസാ നബി? അല്ലേ? രോഗം വന്നോണ്ടല്ലേ അല്ലാ 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 ചെല്ലണേ? ഇത്ര വലിയ ജനം ഇവിടെ ദ്വാരക്കാൻ കൂടിയത് എന്തുകൊണ്ടാ? നിങ്ങൾ മിണ്ടില്ല. എന്റെ പ്രസംഗം കേൾക്കാൻ വന്നതാണ് നിങ്ങളെന്ന വിഡ്ഢി എന്ന ആ രീതിയിലുള്ളൊരു ചിന്തിക്കാൻ മാത്രം വിഡ്ഢിയല്ല ഞാൻ. എല്ലാവരും ബേജാറില്ല, അതുകൊണ്ടുള്ള ദ്വാ സമ്മേളനത്തിലൊക്കെ പോവാ, ഉള്ള മാർച്ചിലൊക്കെ പോവാ, ഉള്ള പ്രതിഷേധത്തിലൊക്കെ പോവാ, എല്ലാം അല്ലേ? അഗർ ഫഖീരീന ഭൂതേ അഗർ മാൽദാരി ഭൂതേ ഫഖീരീന ഭൂതേ കോൻ മേരാ ദിക്ർ അദാ കർതാ. ആരെന്നെ ഓർക്കാനാണ്? അല്ലേ? രോഗിയാവുമ്പോഴല്ലേ? ഒരാൾ എന്നോട് പറഞ്ഞു വയസ്സായപ്പോൾ, അപ്പൊ അല്ലാ അല്ലാന്ന് കൂടുതൽ പറയാൻ സമയം എന്താ? ഇയാൾക്ക് നീക്കുമ്പോ ഒരു 10 അല്ലാന്നെങ്കിലും പറയണം, എന്നാലേ നീക്കുള്ളൂ. കയ്യൊക്കെ ഒരു സ്ഥലത്ത് കുത്തി അല്ലാ
അല്ലാഹ് 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 ഒരു 10 അല്ലാഹ് ചൊല്ലും. 25-ാമത്തെ വയസ്സിലോ ഒരല്ലാഹും കൂടി പറയാതെ നീച്ചു പായില്ലേ. അല്ലാഹു മൂസ അലൈഹിസ്സലാമിനോട് ചോദിച്ചതാ. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം റബ്ബിനോട് ഒരിക്കൽ ചോദിച്ചു, യാ റബ്ബി അൻത ഫിസ്സമാ, അല്ലാഹുവേ നീ ആകാശത്തിലാണല്ലോ, വനഹ്നു ഫിൽ അർദ്, ഞങ്ങൾ ഭൂമിയിലുമാണല്ലോ റബ്ബേ ഉള്ളത്. നീ ആകാശത്തിലാണല്ലോ, ഞങ്ങൾ ഭൂമിയിലാണല്ലോ. ഫമാ അലാമത്തു ഗളബിക മിൻ അല്ലാഹുവേ നീ ഞങ്ങളുടെ കാര്യത്തിൽ കുപിതനാണോ അതോ സന്തുഷ്ടനാണോ എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാനുള്ള മാർഗം എന്താണ്? മൂസാ നബി അല്ലാഹുവിനോട് ചോദിച്ചതാ അല്ലേ. ഭർത്താവ് സന്തോഷത്തിലാണോ ദുഃഖത്തിലാണോ എന്ന് മേൻ തിരിയില്ലേ? നിങ്ങൾ മിണ്ടില്ല, മേൻ തിരിയില്ലേ? ഭാര്യ സന്തോഷത്തിലാണോ ടെൻഷനാണോ മേൻ തിരിയില്ലേ? ഓഹോ, മേൻ തിരി, മനസ്സിലാവും. അല്ലാഹുവിനോട് മൂസ അലൈഹിസ്സലാം ചോദിച്ചു, മൂസാ നബി, അല്ലാഹുവേ നീ ആകാശത്തിലാണല്ലോ റബ്ബേ, ഞങ്ങൾ ഭൂമിയിലുമാണല്ലോ. ഫമാ അലാമത്തു റിദാ ഫമാ അലാമത്തു ഗളബിക മിൻ റിദാക്, നീ ഞങ്ങളുടെ കാര്യത്തിൽ സന്തുഷ്ടനാണോ കുപിതനാണോ എന്ന് ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? എന്ന് ശ്രദ്ധിക്കണേ. അല്ലാഹുവിന് കൊടുത്ത മറുപടി എന്താ? മൂസാ നബിയേ, ഇദസ്തഅമൽതു അലൈക്കും ഖിയാറകും, ഞാൻ നിങ്ങളുടെ മേൽ അധികാരത്തിലേറ്റിയത്, നിങ്ങളുടെ അധികാരികളായി വന്നത് നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല ആളുകളാണെങ്കിൽ, ഇദസ്തഅമൽതു അലൈക്കും ഖിയാറകും, നിങ്ങളുടെ മേൽ ഞാൻ അധികാരത്തിലേറ്റിയത് നിങ്ങളുടെ കൂട്ടത്തിലെ നല്ല മനുഷ്യരെയാണെങ്കിൽ, വഹുവ അലാമതു ഇലായ അൻകും, ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ സന്തുഷ്ടനാണ് എന്നതിന്റെ തെളിവതാണ് എന്ന് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനോട് രാജാതിരാജനായ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ മേൽ അധികാരത്തിൽ വന്നത് നിങ്ങളോട് ഗുണം ചെയ്യുന്ന നല്ല ഭരണാധികാരികളാണോ എന്നാൽ ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ സന്തുഷ്ടനാണ് എന്നതാണ് അതിന്റെ അർത്ഥം. എന്നാൽ നിങ്ങളുടെ മേൽ അധികാരത്തിലെത്തിയത്, ഞാൻ അധികാരത്തിലെത്തിച്ചത് ഷിറാറക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളോട് തിന്മ ചെയ്യുന്ന ആളുകളെയാണ് എങ്കിൽ, നിങ്ങളോട് തിന്മ ചെയ്യുന്ന ആളുകളാണ് നിങ്ങളുടെ മേൽ അധികാരികളായി വന്നത് എങ്കിൽ, ഫഹുവ അലാമത്തു സുഖ്തി അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ കുപിതനാണ് എന്നാണ് അതിന്റെ സൂചന എന്ന്, അതിന്റെ അർത്ഥമെന്ന് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനോട് അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഏത് മൂസാ നബി അറിയോ? ആ മൂസാ നബിയുടെയും സമുദായത്തിന്റെ മേൽ അല്ലാഹു ഫറോവയെ അധികാരപ്പെടുത്തി. ഫറോവയായിരുന്നല്ലോ അന്ന് ഈജിപ്ത് ഭരിച്ചിരുന്നത്. ഫറോവയായിരുന്നല്ലോ. മഴ ഉണ്ടാവില്ല എന്ന് എഴുതിയിട്ടാവും തുണിപ്പന്തൽ കിട്ടിയത് അല്ലേ? മഞ്ഞാണ് കുറച്ച് ദിവസമായിട്ട്, അതുകൊണ്ടാ. സാരില്ല, നമ്മളെ മക്കള് ഭയങ്കര ടെൻഷനിലായിരിക്കും. ഓല് എത്രയോ വലിയ ആവേശത്തിലൊക്കെ നടത്തിയ പരിപാടി അല്ലാഹു തആല വിജയിപ്പിച്ചു കൊടുക്കട്ടെ. റഹീമീനായ റബ്ബേ നീ വിജയിപ്പിക്കണേ. നിങ്ങൾ ചിന്തിക്കണം, രാജ്യത്തിന്റെ പ്രധാന കേന്ദ്രത്തിൽ ഉമ്മത്തിന്റെ നേതൃത്വം എന്നറിയപ്പെടുന്ന ആളാണല്ലോ ഒരു വലിയ ജനതയെ പ്രതിനിധീകരിക്കുന്ന ആളാ. അയാൾ പോലും വെള്ളിയാഴ്ച പറഞ്ഞത്, ഇത് പേടിക്കേണ്ടതില്ല, എന്റെ രാഷ്ട്രീയക്കാർ സ്വാധീനിച്ചതാ. നമ്മുടെ ഇടയിലുമല്ലേ ചില ആളുകൾ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ഓശാന പാടുന്ന ആലിമീങ്ങൾ വന്നാൽ, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി, അതേപോലെ ഉമറാക്കൾക്കനുസരിച്ച് ദീന് സംസാരിക്കുന്ന പണ്ഡിതന്മാർ വന്നാൽ, മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പറയാ, അകാലമായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ഉമ്മത്തിന് നേരെയുള്ള സംരക്ഷണം അല്ലാഹു പിൻവലിക്കുന്നതാണ്. റഹീമീനായ റബ്ബേ, നിന്റെ സംരക്ഷണമല്ലാതെ ഞങ്ങൾക്കൊരു സംരക്ഷണവുമില്ല റബ്ബേ, ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അതായത് സമൂഹത്തിലെ പണ്ഡിതന്മാരെ നേതാക്കൾ സ്വാധീനിക്കുന്ന കാലമായാൽ, നാട്ടിലെ വലിയൊരു പ്രമാണി കല്യാണത്തിന് എന്ത് തമ്മാടിത്തരം ചെയ്താലും കൊണ്ടൂല.
നാട്ടിലെ പാവപ്പെട്ടവന്റെ മംഗലത്തിൽ എന്തെങ്കിലും ചെറിയ അനർത്ഥമുണ്ടായാൽ പള്ളികളുടെ മെഹ്റാബിൽ വെച്ച് ഘോരമായി സംസാരിക്കുക. ഈ പ്രമാണി ആലിമിനെ സ്വാധീനിച്ചതാണ്. അങ്ങനെയുള്ള കാലമായാൽ നല്ലപോലെ ശ്രദ്ധിക്കണം എന്റെ സഹോദര. ഒന്ന്. രണ്ടാ, വമാലം യുസക്കി സുലഹാ ഫുജ്ജാറുഹാ. എന്റെ സമൂഹത്തിലെ തമ്മാടികൾ നല്ല മനുഷ്യർക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന കാലമായാൽ നമ്മൾ ചെയ്തതിന്റെ ദുരന്തം നമ്മൾ അനുഭവിക്കുകയാണ്. ഞാൻ നിങ്ങൾ പ്രതിഷേധിക്കേണ്ട എന്നോ തെരുവിലിറങ്ങേണ്ട എന്നോ ഈ നിയമം നടപ്പിലാക്കരുതെന്ന് പറയരുതെന്നോ എന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് കിട്ടുന്ന ഈ അടി നമ്മൾ ചെയ്തതിന്റെ ദുരന്തമാണ്. നമ്മളിപ്പോൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന അടിയില്ലേ, ഇന്നും പത്രങ്ങൾ നിങ്ങൾ കണ്ടില്ലേ, അടിച്ചു കൊന്നു ഒരു യുവാവിനെ എന്ന്. നമ്മൾ ഏറ്റുവാങ്ങുന്ന അടി, ഇനി ലഭിക്കാൻ പോകുന്ന അടിയും നമ്മൾ ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ ദുരന്തങ്ങളാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂമിയിൽ മനുഷ്യരെ അടിക്കാൻ അല്ലാഹു നേരെ ഇറങ്ങി വരില്ല. പിന്നെയോ അല്ലാഹു വളരെ ക്രൂരരായ ആളുകളുടെ കയ്യിൽ അധികാരം കൈമാറുകയാണ് ചെയ്യുക എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. വമാലം യുസക്കി സുലഹാഹാ ഫുജ്ജാറുഹാ. എന്റെ സമുദായത്തിലെ നല്ല മനുഷ്യരുടെ മേൽ ദുഷ്കർമ്മികൾ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്താൽ, പഴയ കാലത്ത് കല്യാണത്തിനൊക്കെ പുതിയാപ്പിള പോണ സമയത്ത് കല്യാണം ഇച്ചണോ കുറെ കൊല്ലായോ? നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളൂ. നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളൂ, വീട്ടിൽ കൂടിയിട്ടില്ല എന്നർത്ഥം അല്ലെ? അറിയാതെ വീട്ടിൽ കൂടിയണോ? ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ന് അയാളെ കണ്ടപ്പോ, ഞങ്ങൾ വലിയ ചങ്ങായിമാരാ, ഞാൻ അയാളെന്ന് കണ്ടപ്പോ പിന്നെ ഞാൻ ചോദിച്ചു കല്യാണം കഴിഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ഉസ്താദെ കല്യാണം കഴിഞ്ഞു എന്നാണ്. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു കല്യാണം കഴിഞ്ഞില്ല, നിക്കാഹേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു എന്റെ എന്നോട് പറയാഞ്ഞെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു അത് കല്യാണം പറയാന്ന് വിചാരിച്ചിട്ടേന്നു. അപ്പൊ ഞാൻ ചോദിച്ചു കല്യാണം എന്നാ? അപ്പൊ എന്നോട് ഇനി കല്യാണം ഇല്ല അറിഞ്ഞ. അപ്പൊ ഞാൻ ചോദിച്ചാ എന്താ? എന്നോട് ഭാര്യ 6 മാസം ഗർഭിണിയാണ്, അതുകൊണ്ട് ഞാൻ കല്യാണം ഇല്ല. ഇന്ന് ഉച്ചക്ക് എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് പറഞ്ഞതാണ്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു എന്നാ പിന്നെ കുട്ടി ജനിച്ചാ പറയണം കേട്ടോ, കുട്ടീനൊന്ന് കാണാനാണ്. ഭാര്യ പ്രസവിച്ചാൽ പറയണം എന്ന് അല്ലേ? പഴയ കാലത്ത് നമ്മളോടൊന്നും ചോദിച്ചാൽ തിരിയില്ല. പഴയ കാലത്ത് പുതിയാപ്പിള പോയ മനുഷ്യന്മാരോട് ചോദിച്ചാൽ പോലും പറഞ്ഞുതരും. അന്ന് പുതിയാപ്പിള പോകുന്ന സമയത്ത് കൂടെയുള്ള സുഹൃത്തുക്കൾ തന്റെ കൂടെ പുതിയാപ്പിള കൂടെ വരുന്ന സമയത്ത് അവരുടെ കൂടെ 1 2 മുതിർന്ന ആൾക്കാരുണ്ടാവും അല്ലേ? വയസ്സായ ആൾക്കാര് അല്ലേ? എന്തിനാ വയസ്സായ ആൾക്കാര് പോണേ? അനർത്ഥങ്ങളൊന്നും ഇല്ലാതെക്കാനാണ്. ഇന്ന് ഏതെങ്കിലും പ്രായമുള്ള ആളോട് നിങ്ങൾ ആ കുട്ടീന്റെ കൂടെ ഒന്ന് പോയി കൊടുക്കണം എന്ന് പറഞ്ഞാൽ പോരേ, ഞാൻ പോകൂലേ, ആ ചക്കന്മാരിന്നെ വഷളാക്കുന്നു. തമ്മാടികൾ നല്ല മനുഷ്യർക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന കാലമായാൽ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി മട്ടന്നൂരിൽ നിന്ന് തലശ്ശേരിയിലേക്ക് പോകുന്ന ഒരു സ്ഥലത്താണ്. സ്ഥലത്തിന്റെ പേര് ഞാൻ പറയില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഒരു കല്യാണം കഴിഞ്ഞു. ആ നാട്ടിൽ ഒരു സ്വഭാവമുണ്ട്. കല്യാണത്തിന്റെ തലേ ദിവസം മൈലാഞ്ചി എന്ന് പറയും. മൈലാഞ്ചിക്ക് ഇശാ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിലെ ഉസ്താദ് വന്നിട്ട് ആ ഭക്ഷണം വിളമ്പാറുള്ളത്. ഉസ്താദിന് ആദ്യം വിളമ്പി കൊടുക്കുക, എന്നിട്ടാ പിന്നെ വേറൊരു ഭക്ഷണം കഴിക്കും. ആ വീട്ടിൽ അന്ന് പെൺകുട്ടികളെ കൊണ്ടുവന്ന് പാട്ടുപാടിക്കുന്നുണ്ട്, ഗാനമേളയുണ്ട്. ഈ വിവരം പള്ളിയിലെ സാധുവായ ഉസ്താദ് അറിഞ്ഞപ്പോ എന്തായിന്നറിയോ? റസൂലുള്ള പറഞ്ഞ എന്താ? ഒരു തിന്മങ്ങള് കണ്ട ഒന്നുകൂടി കൈകൊണ്ട് തടയണം. ഘടിയില്ലേ ഫബിലിസാനിഹി, നാവ് കൊണ്ട് തടയണോ? അതിനും ഘടിയില്ലേ ഫബിഖൽബിഹി, ഹൃദയം കൊണ്ട് വെറുക്കണമെന്നല്ലേ പുണ്യനബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇയാള് സാധുവായ ഒരു ഉസ്താദാ. മൂപ്പരെന്ത് ചെയ്തു? അങ്ങോട്ട് പോണ്ടാന്ന് തീരുമാനിച്ചു. വീട്ടിൽ നിന്ന് ആളുകളെ പറഞ്ഞേച്ചു ഉസ്താദിനെ വിളിക്കാൻ. ഉസ്താദ് വന്നപ്പോൾ ഉസ്താദ് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുന്നില്ല ഭക്ഷണം കഴിക്കാൻ. ഇത്രേ പറഞ്ഞോളൂ. നിങ്ങൾക്ക് കേൾക്കണോ? കല്യാണം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ട് ആ മഹലിന്റെ മീറ്റിംഗ് വിളിപ്പിച്ചു ഇയാൾ. ആരെ? മഹലിന്റെ വൈസ് പ്രസിഡന്റിന്റെ വീട്ടിലായിട്ട് നടന്നത്.
പെൺകുട്ടികളെ കൊണ്ടുവന്ന് വലിയ പെൺകുട്ടികളെ കൊണ്ടുവന്ന് ഗാനമേള നടത്തിയത്. അതുകൊണ്ടാണ് ഇയാൾ ആ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകാതിരുന്നത്. ഇയാളൊന്നും മറുത്തു പറഞ്ഞിട്ടില്ല. 3 കഴിച്ച ദിവസം കഴിഞ്ഞ് മീറ്റിംഗ് വിളിപ്പിച്ചിട്ട് ഈ വൈസ് പ്രസിഡന്റ് പറയാണ്, എന്നെ ആളുകൾക്കിടയിൽ വഷളാക്കിയ മുസ്ലിയാരാ പള്ളിയിൽ ഇപ്പോൾ ഖതീബ്. എന്റെ കമ്മിറ്റിക്കാർ വെച്ചെന്താ, ഇയാളെ ഞാൻ ഭക്ഷണം കഴിക്കാൻ കാത്തിരുന്നിട്ട് ഇയാൾ വരുന്നില്ല എന്ന് പറഞ്ഞു വെച്ചു. എന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടിയ ആളുകൾക്കിടയിൽ ഞാൻ വഷളായി. എന്നെ പരിഹസിച്ചു വഷളാക്കിയ മുസ്ലിയാരായി പോയി നാട്ടിലുള്ളത്. അയാൾ ഈ പള്ളിയിലെ ഖതീബായി തുടരുന്ന കാലത്തോളം ഈ മഹല്ലുമായി സഹകരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് നിങ്ങൾ ആലോചിക്കണോ? മഹല്ല് കമ്മിറ്റി ഐക്യകണ്ഠേന തീരുമാനിച്ചു അയാളെ പുറത്താക്കാൻ. തമ്മാടികൾ സൽക്രമികളായ ആളുകളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങിയാൽ ഇപ്പടുത്ത് ഞാൻ വിചാരിച്ച മലപ്പുറം ജില്ലയിൽ ഇതൊന്നും ഇല്ലാന്നാ. ഇപ്പടുത്ത് നമ്മളെ കുടുംബത്തില് കല്യാണം കഴിഞ്ഞു. അന്ന് ചില കുട്ടികൾ പുതിയാമ്പള തിരിച്ചു വന്നപാടെ പടക്കവും പോപ്പി മറ്റതൊക്കെ ആയിട്ട് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ പടക്കം പൊട്ടിക്കും. കുറെ പ്രായമുള്ള മനുഷ്യന്മാർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു നിങ്ങൾ പടക്കം പൊട്ടിച്ച ഞങ്ങളെ കാലുമായിട്ട് നിങ്ങൾ തിരിച്ചു പോലാണ്. അപ്പൊ ഇവര് പറയാ എന്തായാലും ഞങ്ങൾ പൊട്ടിക്കും. ആരോട്? തന്റെ വാപ്പാന്റെ വയസ്സുള്ളവനാണ് ഈ പറയണേ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, നല്ല മനുഷ്യർക്ക് തമ്മാടികളായ ആളുകൾ ചെയ്തു കൊടുക്കുന്ന ഗുണങ്ങളൊക്കെ അവർ എടുത്തു പറയുന്ന കാലമായാൽ. വല്ലാത്ത ഒരു അത്ഭുതമാണ് ഈ ഹദീസ് അല്ലേ. ഇന്ന് മുസ്ലിം ഉമ്മത്തിന്റെ പ്രശ്നമൊന്നും പള്ളിയിൽ നിന്നല്ലല്ലോ പരിഹരിക്കണോ? പള്ളിയിൽ നിന്ന് കാലിയാർ പറഞ്ഞാൽ കേൾക്കൂല. പിന്നെ ആര് പറയണം? പാർട്ടി ഓഫീസിൽ നിന്ന് കേളുവൈദ്യര് പറയണം. അവന്റെ മുഷ്ടി ചുരുട്ടിയിട്ടോ പറയാ അല്ലേ? ഖാദിയാരുടെ മുമ്പിൽ ഇരുന്നിട്ട് എത്ര വിഷയം ചർച്ച ചെയ്ത് ഫലം അതിന് പരിഹാരമാകാതെ പിരിഞ്ഞത്. എന്നാലോ പാർട്ടി ഓഫീസിലെ ആളുകൾ വിളിച്ചിട്ട് വിഷയം പറഞ്ഞ് പരിഹരിക്കപ്പെട്ടു. കുടുംബ കോടതിയിലെ ഖാദിയാരുടെ മുമ്പിൽ നിന്ന് തീർക്കാൻ കഴിയാത്തത് കൊണ്ട് കുടുംബ കോടതിയിലായി സമുദായത്തിന്റെ പല വിഷയങ്ങളുമുള്ളത്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, ഈ 3 സ്വഭാവങ്ങൾ എന്റെ ഉമ്മത്തിലുണ്ടായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നേരെ പിടിച്ചിരിക്കുന്ന സംരക്ഷണത്തിന്റെ കൈ അല്ലാഹു പിൻവലിക്കുന്നത്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേൽ ധിക്കാരികളായ ആളുകളുടെ അവരുടെ മേൽ ധിക്കാരികളായ ഭരണാധികാരികളെ അല്ലാഹു കൊണ്ടുവരികയും ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് പറഞ്ഞത്. ഈ 3 സ്വഭാവം എന്റെ ഉമ്മത്തിലുണ്ടായാൽ ധിക്കാരികളായ ഭരണാധികാരികളായിരിക്കും അവരുടെ മേൽ അധികാരത്തിൽ വരിക. അവർ വന്നിട്ട് എന്താ ചെയ്യാ? എന്റെ ഉമ്മത്തിനെ വേദനാജനകമായ ശിക്ഷക്ക് അവർ വിധേയരാക്കുന്നതാണ്. അല്ലേ ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവസാനിച്ചില്ല. ثم ضربهم بالفاقة والفقر. അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാ. ثم ضربهم بالفاقة والفقر. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേൽ ദാരിദ്ര്യം അവർ മുഖേന അടിച്ചേൽപ്പിക്കുന്നതാണ്. ഇത് രണ്ടും നടന്നുകൊണ്ടിരിക്കല്ലേ? ചിന്തിച്ചു നോക്കുങ്ങള്. രണ്ടും നടന്നുകൊണ്ടിരിക്കുന്നില്ലേ? എന്നോട് ഇപ്പൊ അടുത്തൊരാൾ പറഞ്ഞു, പക്ഷേ എവിടെ ഇപ്പൊ 2.5 ലക്ഷം 3 ലക്ഷം ഒക്കെ ഈ സ്ഥലത്തിന് അതേ സ്ഥലം ഇപ്പൊ 75 ചോദിച്ചാൽ കിട്ടാണ്ട്. എന്താ എങ്ങനെങ്കിലും വിറ്റ് കൈയൊഴിക്കാണ്. പൈസ ഇല്ല, എന്നിട്ട് തന്നെ എടുക്കാൻ ആളില്ല. അമ്മമാര് നല്ലോ ശ്രദ്ധിക്കണം. അന്ന് ഗൾഫിന്റെ പണത്തിന്റെ പളപളപ്പിൽ ഇങ്ങനെ നമ്മൾ പലതും തെറ്റായൊക്കെ ചെയ്തപ്പോ നമ്മൾ ആലിമീങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയില്ലേ? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ദുർവിനിയോഗം ചെയ്യരുതേ, ശ്രദ്ധിക്കണേ. ഇപ്പോഴും ബോധമില്ലാത്ത ചില മനുഷ്യന്മാരുണ്ട്. അതാ രസം.
ഇപ്പോഴും ഇങ്ങനെയൊക്കെ ആയിട്ടും ബോധമില്ലാത്തവർ പിന്നെ നിങ്ങളുടെ മേൽ അവർ മുഖേന അല്ലാഹു ദാരിദ്ര്യം അടിച്ചേൽപ്പിക്കുമെന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗൾഫിൽ നിന്ന് ആൾക്കാർ തിരിച്ചു വരാൻ തുടങ്ങി. അവിടെ ഓല് പറഞ്ഞെന്താ, ഞമ്മക്കെന്റെ ജോലിയിൽ ഞങ്ങൾ പോയിക്കോളീന. ഇവിടെയാണെങ്കിലോ ഇന്ന് പോലും നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഈ സദസ്സിലേക്ക് വരുന്ന വഴിക്കെന്തോ ഒരു കൂട്ടായ്മ നടക്കുന്നുണ്ട്. അത് നമ്മളല്ല, അധികവും ഹൈന്ദവ സ്ത്രീകളാണ് അതിൽ ഇരിക്കുന്നത് കണ്ടത്. അവിടെ പ്രഭാഷണം നടത്തുന്ന ആൾ ഗൗരവത്തിൽ പറയുന്നത് രാജ്യം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ സുഖ സൗകര്യങ്ങളും അവസാനിക്കാൻ പോകുന്നുവെന്ന് ആര് മുഖേനയാണ് ഇത് ചെയ്യുക? അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കരുണ കാണിക്കാത്ത ഭരണാധികാരികളെ അധികാരത്തിൽ കൊണ്ടുവന്നാകും അല്ലാഹു ഇത് ചെയ്യുന്നത് എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹ്. തങ്ങൾ പാപ്പ വരൂ, തങ്ങൾ വരൂ, തങ്ങൾ വരൂ, സംഘാടകരുടെ തങ്ങൾ വരൂ. സംഘാടകരൊക്കെ ടാർപ്പായ്ക്ക് പോയതാ. തങ്ങൾ വരൂ. ഇവിടെ ആരുമില്ലേ ബന്ധപ്പെട്ട ആള്? തങ്ങൾ വരും. മഹാനായ നബിയുനാ റസൂലുള്ളാഹി. ഇനി അടുത്തത് 3 കാര്യം ഇപ്പൊ പറഞ്ഞു. 4-മത്തെ ശ്രദ്ധിച്ചു. എപ്പോഴാണ് ദുർഭരണാധികാരികൾ നമ്മുടെ മേൽ അധികാരത്തിലേറുന്നത്? സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു പറയാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരൊറ്റ വചനം മതി അല്ലാഹുവിന്റെ അദാബ്, നിങ്ങൾക്ക് നേരെ ഉള്ള അദാബ് തടഞ്ഞു നിർത്താൻ. അപ്പൊ മോഡി ഒറ്റ ദിവസം കൊണ്ട് അധികാരത്തിൽ നിന്ന് ബ്രിട്ടനാവാൻ എല്ലാരും കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ടാണ് ഇത് വരുന്നാ മതി. ഹദീസാ? തെറ്റോ? തെറ്റോ? നിങ്ങളെ മുണ്ടില്ല, തെറ്റോ? നല്ല ശ്രദ്ധിച്ചോളൂ. മോഡി ഇന്നിപ്പോ വരുമ്പോൾ ആരോ ചോദിച്ചു, എന്നിട്ട് എന്താ ഒന്നും ആവാത്ത? അല്ലാഹു തആല ഇതൊന്നും കാണുന്നില്ലേ? ജനങ്ങൾ എങ്ങനെ ബുദ്ധിമുട്ടിക്കണ? കേട്ടോളൂ, ഹദീസാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് തംനഉൽ ഇബാദ മിൻ സുഖ്തില്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ദുആ ചെയ്താൽ തന്നെ അല്ലാഹുവിന്റെ അദാബിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് ആ കണ്ടീഷൻ? മാലം യുതിറു സബഖത ദുനിയാഹും അലാ ദീനിഹിം. ദീനിന്റെ കാര്യത്തിന് ദുന്യാവിന് ദീനിനേക്കാൾ പ്രാധാന്യം നൽകാതിരിക്കണം. ദുന്യാവിന്റെ കാര്യത്തിന് ദീനിനേക്കാൾ പ്രാധാന്യം നൽകാതിരിക്കണം. അതാണ് അതിന്റെ കണ്ടീഷൻ. എന്താ കണ്ടീഷൻ? ദീനിനേക്കാൾ ദുന്യാവിന് പ്രാധാന്യം നൽകരുത്. അങ്ങനെ ഒരു ജനതയാണ് നിങ്ങളെങ്കിൽ ഒരൊറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹ് മതി അല്ലാഹുവിന്റെ അദാബിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ തരാൻ. ഇത് രാജ്യത്തെ 90% മുസ്ലിങ്ങളെന്നല്ല, നമ്മുടെ സഹോദര സമുദായത്തിലെ ആളുകൾ പോലോ നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ചു മാർച്ചുകൾ നടത്തിയിട്ട് പോലോ കൽബുകൾ തുറക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് തംനഉൽ ഇബാദ മിൻ സുഖ്തില്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒറ്റ വാക്ക് മതി അല്ലാഹുവിന്റെ അദാബിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ തരാൻ. പക്ഷെ കണ്ടീഷൻ എന്താ? മാലം യൂതിറു സബഖത ദുനിയാഹും അലാ ദീനിഹിം. അവർ ദുനിയാവിനെ ദീനിനേക്കാൾ പ്രാധാന്യം കൊടുക്കാതിരിക്കണം. ഫഇദാ ആതറു സബഖത ദുനിയാഹും അലാ ദീനിഹിം. അവർ ദുനിയാവിനെ ദീനിനേക്കാൾ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങിയാലോ ثم قالوا لا اله الا الله, പിന്നവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും ചെയ്താൽ റുദ്ദ അലൈഹിം, അല്ലാഹു അത് സ്വീകരിക്കില്ല. റുദ്ദ അലൈഹിം, അത് അവരുടെ മേൽ തന്നെ മടക്കപ്പെടുന്നതാണ്. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ദ്വാരുന്ന ഉത്തരം കിട്ടാനുള്ള കണ്ടീഷൻ എന്തറിയോ? ഭരണാധികാരികളെ അധികാരത്തിൽ നിന്ന് ഇറക്കി വിടാൻ ഒരൊറ്റ ദുആ മതി. പക്ഷേ ഇതിനൊരു കണ്ടീഷൻ ഉണ്ട്. നമ്മൾ ദുന്യാവിന് പ്രാധാന്യം കൊടുക്കുന്നവരാകരുത്, ദീനിന് പ്രാധാന്യം കൊടുക്കുന്നവരാവണം. എന്നല്ലേ നമുക്ക് സംഭവിച്ച തകരാറതാ.
ഈയിടെ കുറച്ച് മുമ്പ് എൻ്റെ അടുത്ത് ഒരാൾ വന്നു. അയാൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ 36 ലക്ഷം ഉറുപ്പിക ബാങ്കിന്റെ കടബാധ്യതയുള്ള ആളാണ്. എന്നെ നിങ്ങൾക്ക് വല്ല വിധേനയും സഹായിക്കാൻ കഴിയുമോ എന്ന് സഹായിക്കണം. ഞാൻ അയാളോട് പറഞ്ഞു, പള്ളിയിൽ നിന്നൊരു നേരം പിരിവെടുത്ത് തരാൻ കഴിയും. എന്നോട് ഞാൻ അങ്ങനെ എനിക്ക് വേണ്ട, നിങ്ങൾ ബന്ധപ്പെട്ട ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് എന്റെ വിഷയം തീർത്തു തരുമോ? പലിശയിൽ നിന്ന് രക്ഷപ്പെടാന് 50,000 ഉറുപ്പിക ഓരോ മാസവും പലിശ അടയ്ക്കേണ്ട ആളാണ് ഞാൻ. ഇയാൾ എന്നോട് പറയാ, ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ആള്, അയാൾ എന്നോട് പറയാ 36 ലക്ഷം ഉറുപ്പിക ഞാൻ ബാങ്കിന്റെ ബാധ്യസ്ഥന്. ഞാൻ വിചാരിച്ചെന്താ അറിയോ, ഇയാള് മോളെ കെട്ടിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങി പൊട്ടിപ്പോയതായിരിക്കുന്ന. ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാ ഇത്ര വലിയ ബാധ്യസ്ഥനായത്? ഇയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ വീടെടുത്ത് കടക്കാരനായി പോയതാണ്. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനെ പൈസ ഇല്ലാതെ വീടെടുത്തത്? എന്തെങ്കിലുമൊക്കെ ഒരു പണം ഉണ്ടായിട്ടല്ലേ വീടെടുക്കല്? അപ്പൊ എന്നോട് പറഞ്ഞു, ഉസ്താദേ, അല്ല, എന്റെ കയ്യിൽ 78 ലക്ഷം ഉറുപ്പ്യ ഉണ്ടായിരുന്നു, അത് തികയാതെ വന്നപ്പോൾ കടമെടുത്തതാണ്. അല്ല, ശ്രദ്ധിക്കണേ, ഈ ഉമ്മത്തിനെ സഹായിക്കേണ്ട വല്ല ബാധ്യതയും അർഹമുർറാഹിമീനായ റബ്ബിനുണ്ടോ എന്ന് നമ്മൾ തന്നെ പറയും. നമ്മളെ സഹായിക്കേണ്ട ബാധ്യത റബ്ബിനുണ്ടോന്ന്. ഇയാൾ എന്നോട് പറയാം, 78 ലക്ഷം റുപ്യ എന്റെ കയ്യിലുണ്ടായിരുന്നു, തികയാതെ വന്നുകൊണ്ട് ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇയാൾ 1 കോടിയുടെ മുകളിലുള്ള വീടാണ് ഇയാൾ എടുത്തത് എന്ന്. ഞാൻ അയാളോട് ചോദിച്ചു, 78 ലക്ഷം തന്നെ നിങ്ങളുടെ വീട്, നിങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ മതിയാകുമായിരുന്നല്ലോ, പിന്നെ എന്തിനെ നിങ്ങൾ 36 ലക്ഷം റുപ്യ കടമെടുത്തത്? അപ്പൊ അയാൾ എന്നോട് പറയാണ്, ഉസ്താദേ, എന്റെ ഭാര്യയുടെ ആഗ്രഹങ്ങൾ തീർത്തു കൊടുത്തതാ. അവൾ എന്നോട് പറഞ്ഞു, ഇത്താത്താന്റെ വീടിന് 2000 സ്ക്വയർ ഫീറ്റ് 2000 റുപ്യ ഉള്ള ഗ്രാനൈറ്റാ വാങ്ങിയത്. കിച്ചണിലേക്ക് നമ്മുടേത് അതിന്റെ മേലെയാകണോ? ഇത്താത്താന്റെ വീടിന് 2 കിച്ചനാ ഉള്ളത്, നമുക്ക് 3 കിച്ചൺ വേണോ? ഇയാള് പറയാ, ദുരഭിമാനത്തിന്റെ പേരിൽ എന്റെ ഭാര്യതൊക്കെ പറഞ്ഞതൊക്കെ ഞാൻ കേട്ട് ഞാൻ എന്റെ കയ്യിലുള്ള 78 ലക്ഷം മതിയാകാതെ വന്നപ്പോ 36 ലക്ഷം ഞാൻ വീണ്ടും കടമെടുക്കേണ്ടി വന്നതാ. ഞാൻ ഇന്ന് ബാങ്കിന്റെ കടബാധ്യത ഉള്ളവനാ. പെങ്ങളെ കേട്ടോളോ, ഈ സദസ്സിൽ എത്ര പേർ പലിശ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നവരുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ പലിശ ഇടപാട് വളരെ ഗൗരവത്തോടെയാണല്ലോ അല്ലാഹു കണ്ടത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തന്നെ പറഞ്ഞതെന്താ? പലിശ ഇടപാട് നടത്തുന്ന ആളുകളോട് പറഞ്ഞത്, ഫഅദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലി. അങ്ങനെയുള്ള ആളുകൾ അല്ലാഹുവിനോടും റസൂലിനോടും യുദ്ധം ചെയ്യാൻ തയ്യാറാകണേ എന്നാണ്. അങ്ങനെയുള്ള ആളുകൾ അല്ലാഹുവിനോടും റസൂലിനോടും യുദ്ധം ചെയ്യാൻ തയ്യാറാവണേ എന്ന്. നമ്മൾ നിസ്സാരമായ പ്രശ്നങ്ങൾക്കല്ലേ ബാങ്കിൽ പോയി പണം കടം വാങ്ങിയത്? സ്വർണ്ണാഭരണങ്ങൾ ബാങ്കിൽ വെച്ച് കടം വാങ്ങിയത് അല്ലേ? നല്ലൊരു വണ്ടിയിൽ സഞ്ചരിക്കാനല്ലേ ബാങ്കിൽ കടബാധ്യത ഉണ്ടാക്കിയത്? ഒരുത്തനോട് പറഞ്ഞു, ഞാൻ 85 ലക്ഷത്തിന്റെ BMW വാങ്ങിയത്. എന്നോട് പറഞ്ഞു, 35 ലക്ഷം ഞാൻ ലോൺ എടുത്തതാണ്. എന്തിന്? കൈ പൈസ ഇല്ലാത്തതുകൊണ്ട്. എല്ലാ പൈസ കണ്ടു സാറേ, പക്ഷേ മുഴുവൻ പൈസയും കൂടി ഞാൻ കിട്ടിയാൽ ഇൻകം ടാക്സുകാർ വരും, കണക്ക് കാണിക്കേണ്ടി വരും. ഞാൻ എന്നോട് ചോദിച്ചു, കണക്ക് കാണിക്കണ്ടെന്ന് ഏത് കിതാബിലാ പറഞ്ഞു? ഇയാൾ 36 ലക്ഷം റുപ്യ കെട്ടിയിട്ട് ബാക്കിയുള്ള പണം അയാൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതാണ്, കണക്ക് കാണിക്കേണ്ടി വരുമെന്ന് കരുതിയിട്ട് നമുക്ക് കിട്ടുന്ന അടി അള്ളാന്റെ ഭാഗത്തു നിന്നുള്ള അടിയാണ്. അല്ലേ, പഴയ കാലത്ത് ബാങ്കിൽ ആരും പോലില്ല. ഇന്ന് ബാങ്കിന്റെ പ്രസിഡന്റ് ഒന്നാ, പള്ളിന്റെ പ്രസിഡന്റ് ഒന്നാ. പല സ്ഥലത്ത് പോയി നോക്കിയാലും ബാങ്കിന്റെ പ്രസിഡന്റും പള്ളിന്റെ പ്രസിഡന്റും ഒന്ന്. ഞാൻ ഒരാളോട് ചുങ്ങളിന്റെ മത്സരപ്പനോട് ബാങ്കിന്റെ പ്രസിഡന്റ് എങ്ങനെ നിങ്ങളെ എന്നോട്, ഞാൻ പാർട്ടിന്റെ വാക്താവായി മത്സരിച്ച പാർട്ടി പറഞ്ഞാൽ കേൾക്കാൻ പറ്റൂല, അള്ള പറഞ്ഞാൽ കേൾക്കാതിരിക്കാം, പാർട്ടി പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റൂല. അടി നമ്മക്കല്ലാതെ പിന്നെ ആർക്ക് കിട്ടണ്ടേ? നമുക്കല്ലാതെ ആർക്കാ പിന്നെ അടി കിട്ടേണ്ടത്? നമ്മളല്ലാതെ പേര് ഏത് ഉമ്മത്ത ഉരുട്ടി കൊല ചെയ്യപ്പെടേണ്ടത്? നമ്മുടെ തലക്കല്ലാതെ പിന്നെ ഏത് ഉമ്മത്തിന്റെ തലക്കാ അടി കിട്ടേണ്ടത്? ഹദീസായി സംസാരിക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബ് പറയാ, മാലം യൂതിഉ സബഖത ദുനിയാഹും അലാ ദീനിഹിം. അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് സഹായം നിങ്ങൾക്ക് കിട്ടണോ? നിങ്ങൾ ദുനിയാവിന് ദീനിനേക്കാൾ പ്രാധാന്യം നൽകാതിരിക്കണമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നല്ല വണ്ടിയിൽ സഞ്ചരിക്കണം എന്ന് എഴുതിയിട്ടല്ലേ ബാങ്കിൽ കടക്കാരായത്?
നമ്മൾ നല്ലൊരു സൽക്കാരം നടത്തണം അല്ലേ? ചില പെണ്ണുങ്ങളുണ്ട് ചെറിയ ചെറിയ സില്ലി കാര്യത്തിന് ഒരു ബാങ്കിൽ കൊണ്ടേക്കും, സ്വർണം കൊണ്ടേക്കും, എന്നിട്ട് പോലെ പറയാ സുഖല്ലേ 3% പലിശയുള്ളൂ. നല്ല വർത്താന, 3% പലിശയുള്ളൂ. പലിശയുടെ ഒരു നാണയത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താ? ദിർഹമും മിനർ റിബാ, ആ പലിശയിൽ നിന്നുണ്ടാകുന്ന ഒരു റുപ്പിക തന്റെ മാതാവിനെ 36 തവണ വ്യഭിചരിക്കുന്നതിനേക്കാളും ഗൗരവമാണ് പലിശയുടെ ഒരു റുപ്പിക എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്തുകൊണ്ട് നമുക്ക് സഹായം കിട്ടാത്തെന്ന് വെച്ചാലേ നമ്മൾ ഇപ്പോഴും ദുന്യാവിന്റെ പിന്നിലാണ്. അങ്ങനെ ഒരു സമൂഹത്തെ സഹായിക്കാനുള്ള ബാധ്യത അള്ളാഹു ഏറ്റെടുത്തിട്ടില്ല, റബ്ബ് ഏറ്റെടുത്തിട്ടില്ല. അപ്പൊ ചില ആൾക്കാർ ചോദിക്കും, എന്താ ഈ മുസ്ലിങ്ങൾക്ക് മാത്രം അങ്ങനെ പീഡനം എല്ലാ സ്ഥലത്തും? നമ്മൾ മുസ്ലിം ആകത്തോണ്ട് മുസ്ലിമായ അവന് പീഡനമില്ല എന്നാണ്. നമ്മൾ ഒറിജിനൽ മുഅ്മിനീങ്ങളാവാത്തത് കൊണ്ടാ. നിങ്ങൾ തന്നെയാണ് ലോകത്തെ ഏറ്റവും ഉത്തമർ നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ എന്ന് വിശുദ്ധ ഖുർആൻ. ആലോചിച്ചോക്കല്ലേ, എന്താ ദുന്യാവിന് ദീനിനേക്കാൾ പ്രാധാന്യം കൊടുക്കാതിരിക്കണം. നിങ്ങൾ ചിന്തിച്ചു, നിങ്ങൾ മദ്രസ പഠിപ്പിക്കണ്ടോ സാർ? ഏത് മദ്രസ? ഹരിയാണ മദ്രസ പഠിപ്പിക്കണ്ട? ഇവിടെ പഠിപ്പിക്കണ്ട? ഒരൊക്കെ മദ്രസ പഠിപ്പിക്കണം. ഏതൊരു മദ്രസന്റെ അടുത്ത് 8 മണിക്ക് പോയി എന്നാലേ ഒരു 7 മണിക്ക് പോയി 7 കുട്ടികൾ ഇങ്ങനെ വരും. ഒരു 8:10 ആവുമ്പോ ഒരു 5 ആൾ പോകും. 8:15 ആവുമ്പോ ഒരു 18 ആൾ പോകും. 8:20 ആവുമ്പോ ഒരു 35 ആൾ പോകും. 8:30 ആവുമ്പോ ഒരു 45 ആൾ പോകും. അവസാനം 9 മണിക്ക് ബെല്ലടിക്കാൻ പോകുന്ന സമയത്ത് ഒരു 26 ആളുണ്ടാവുള്ളൂ പോവാൻ. ബാക്കിയൊക്കെ അതിന് മുമ്പ് പോയി കഴിഞ്ഞിട്ടുണ്ടാവും. എന്താ? വിശുദ്ധ ഖുർആന്റെ മുമ്പ് എഴുന്നേറ്റ് പോവല്. എങ്ങോട്ടാ പോണേ? ഇംഗ്ലീഷ് പഠിക്കാൻ. എന്നിട്ട് ഞമ്മളാ പറഞ്ഞ അള്ളാന്റെ സഹായം ഇല്ല, ഏടെ കിട്ടാനാ? ഞമ്മളെ തലക്കല്ലാതെ വേറൊരു ഉമ്മത്തിന്റെ തലക്ക് അടി കിട്ടേണ്ടതില്ല. നിങ്ങൾ ചിന്തിക്ക്, ഞാൻ ന്യായീകരിച്ചല്ല ഈ പറഞ്ഞ ഹദീസ് സംസാരിക്കാൻ. എപ്പോഴാ നിങ്ങളോട് ക്രൂരത ചെയ്യുന്ന ഭരണാധികാരികൾ അധികാരത്തിൽ വരിക? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, പെങ്ങളെ നല്ല പോലെ ചിന്തിക്കണം നിങ്ങൾ. ചില പെണ്ണുങ്ങളെ കണ്ടുപോലെ മദ്രസയ്ക്ക് കുട്ടിനെ പറഞ്ഞേക്കാൻ നീച്ചിട്ട് അങ്ങനെ തന്നെ പറഞ്ഞേക്കും. സ്കൂളിൽ പോണ സമയത്ത് കുളിച്ച് അത്തറൊക്കെ വരട്ടി ടൈ കെട്ടി പാൻറ്റിട്ട്. അപ്പൊ ഖുർആന്റെ മുമ്പക്ക് ഈ ഉറക്കത്തുനിന്ന് ഒലിച്ച മറ്റേതില്ലേ, എന്താ പറയല്, ആ സാധനം അതൊക്കെ ഒളിച്ച് ചീഞ്ഞ് നാറിയിട്ട് ആ ഖുർആന്റെ മുമ്പ് പോയിരിക്കണം. ഇംഗ്ലീഷ് പഠിക്കാൻ പോകുമ്പോഴാ നല്ല സെറ്റപ്പിലാകും പോകുന്നത്. ഞാൻ ആലോചിക്കണം, 8 മണിക്ക് ഉസ്താദ് സൂറത്തുൽ ദുഹ എങ്ങനെ പഠിപ്പിക്കാൻ? അപ്പോഴാ കുട്ടി എഴുന്നേറ്റ് വന്ന ഉസ്താദ് എനിക്ക് പോകാനായി 8:10 ഖൈറുല്ലക മിനൽ ഊല എന്ന് പഠിക്കാൻ അവന് സമയം കിട്ടിയിട്ടില്ല. നിങ്ങൾ ചിന്തിക്കണം, ഈ ഉമ്മത്തിനാണോ അള്ളാഹു സഹായിക്കുന്നില്ല എന്ന പരാതി പറയുന്നത്? നമ്മളാണോ റബ്ബിന്റെ സഹായം കിട്ടുന്നില്ല എന്നുള്ള പരാതി പറയുന്നത്? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ജനതയ്ക്ക് വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള അവസരം കൊടുത്തു. എന്നിട്ടോ ഖുർആൻ അല്ലാത്ത മറ്റൊന്നാണ് ഖുർആനിനേക്കാളും വലുത് എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ ഫഖദ് കഫറ ബിഅൻഉമില്ലാഹ്, അയാൾ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദികേട് കാണിച്ചവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളും വരുമെങ്കിൽ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. ഇനിയും ശ്രദ്ധിക്കൂ നിങ്ങൾ, 5 കാര്യങ്ങൾ ഒരു ഹദീസിൽ പുണ്യനബി സംസാരിക്കുന്നുണ്ട്. ഒരു ഹദീസിൽ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുന്നുണ്ട്. 5 കാര്യങ്ങളാണ് റസൂലുള്ളാഹി ഹദീസിൽ എന്നുന്നത്. 5 കാര്യങ്ങൾ സമയക്കുറവ് കാരണം 5 കാര്യം ഞാൻ എണ്ണുന്നില്ല. ശ്രദ്ധിക്കണം, എപ്പോഴാണ് അല്ലാഹു ദുർഭരണാധികാരികളെ നമ്മുടെ മേൽ അധികാരത്തിലേറ്റുന്നത്? 5ാമത്തെ കാര്യം ശ്രദ്ധിച്ചോളൂ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലാ നഖസ ഖൗമുൻ അൽ മിഖ്യാന വൽ മീസാൻ,
ഏതൊരു ജനതയാണോ അളത്തത്തിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നത് ആ ജനതക്ക് കടുത്ത ക്ഷാമം വരും എന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ നഖസ ഖൗമുൻ അൽ മിക്യാല വൽ മീസാൻ, ഏതൊരു ജനതയാണോ അളത്തത്തിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നത് അവർക്ക് കനത്ത ക്ഷാമം വരുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. മാത്രമല്ല വശിദ്ദത്തിൽ മുഅന, അവരുടെ ജീവിത ചെലവ് വർദ്ധിക്കുന്നതാണ്. വജൗരി സുൽത്താൻ, ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് അവരെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള നിയമനിർമ്മാണങ്ങൾ ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കച്ചവടക്കാര് ചെയ്തതിന്റെ ദുരന്തമാണ് അവർ അനുഭവിക്കുന്നത്. എല്ലാ കച്ചവടക്കാരും അല്ലേ? അല്ല, ഹലാലായ രീതിയിൽ കച്ചവടം ചെയ്യുന്ന എത്രയോ കച്ചവടക്കാരുണ്ട്. എന്നാൽ ചിലർ തെറ്റു ചെയ്താലും എല്ലാ ആളുകളെയും ശിക്ഷ വരുമ്പോൾ എല്ലാവരെയും ബാധിക്കും. അളത്തത്തിലും തൂക്കത്തിലും കുറവ് വരുത്തുന്ന കച്ചവട വിഭാഗമാണോ അവർക്ക് പിന്നീട് അവരുടെ ഭരണ സംവിധാനങ്ങളിൽ നിന്ന് അവരെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള നിയമനിർമ്മാണങ്ങൾ ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹദീസിന്റെ അവസാനം എന്നുകയാണ് അല്ലാഹുവിന്റെ ഹബീബ്, വലാ ഖബസ ഖൗമുൻ അൽ അഹ്ദാ, ഏതൊരു ജനതയാണോ അല്ലാഹുവിനോട് ചെയ്ത കരാർ ലംഘിക്കുന്നത് ഇല്ലാ സല്ലല്ലാഹു അലൈഹിം അദുവ്വഹും മിൻ ഗൈരിഹി വമാ ഖബസ ഖൗമുൻ അൽ അഹ്ദാ, ഏതൊരു ജനതയാണോ അല്ലാഹുവിനോട് ചെയ്ത കരാർ ലംഘിക്കുന്നത്, അല്ലാഹുവിനോട് കരാർ ചെയ്തവരാരാ? നമ്മളാണ്. എന്താണ് ആ കരാർ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതാണല്ല കരാർ. അല്ലാഹുമായി കരാർ ചെയ്തവർ നമ്മളാണ്. വലാ ഖബസ ഖൗമുൻ അൽ അഹ്ദാ, ഏതൊരു ജനതയാണോ അല്ലാഹുവോട് ചെയ്ത കരാർ ലംഘിക്കുന്നത് ഇല്ലാ സല്ലല്ലാഹു അലൈഹിം അദുവ്വൻ മിൻ ഗൈരിഹി, ആ കരാർ ലംഘിച്ചാൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേൽ അധികാരത്തിലേറ്റുന്നത് നിങ്ങളിൽ പെട്ടവരല്ലാത്തൊരു ശത്രുവിനെയാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. എന്താണ് നമ്മൾ ആ ചെയ്ത കരാർ? അല്ലാഹുവേ, നീയാണ് ഈ പ്രപഞ്ചത്തിന്റെ അധിപനെന്നും അല്ലാഹുവിന്റെ ഹബീബ് നിന്റെ റസൂലാണെന്നും ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നുവെന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ? അല്ലാഹുവിന്റെ ഹബീബ് എന്തൊക്കെ കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ അത് അക്ഷരാർത്ഥത്തിൽ അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന്. അതാണ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നതിന്റെ അർത്ഥമതാണ്. എന്നാൽ ആ കരാർ പാലിക്കാതെ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയാൽ ഇല്ലാ സല്ലല്ലാഹു അലൈഹിം അദുവ്വഹും മിൻ ഗൈരിഹിം, അല്ലാഹു അവരിൽപ്പെട്ടവരല്ലാത്തൊരു ജനതയെ, ഒരു ശത്രുവിനെ അവരുടെ മേൽ അധികാരത്തിലേറ്റും. ഫഅഖദൂ ബഅലമാ ഫീ ഐദീഹിം, അവർ വന്നിട്ട് എന്താ ചെയ്യാ? ഫഅഖദൂ ബഅലമാ ഫീ ഐദീഹിം, ഇവരുടെ കയ്യിലുള്ള നമ്മുടെ കയ്യിലുള്ള ചിലരെല്ലാം അവർ എടുത്തുകൊണ്ടുപോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. എന്തൊക്കെയാണ് എടുത്തുകൊണ്ടുപോകുന്ന കൂട്ടത്തിലുള്ളത്? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിൽ പറയുകയാണ്, തങ്ങൾ വരൂലേ, ആളുകളെ കല്യാണം ബുദ്ധിമുട്ടിക്കണമെന്നൊരു അർത്ഥമില്ല. അപ്പൊ തങ്ങൾ വരികയാണെങ്കിൽ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുനാ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവേ റഹമുർ റഹീമീനായ റബ്ബേ, അല്ലാഹുവേ ഓരോ മഴത്തുള്ളിയും ശരീരത്തിലേക്ക് ഏറ്റെടുത്ത് നിന്റെ ഹബീബിന്റെ തിരുവചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സദസ്സിനെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. ദുആക്ക് ഉത്തരമുള്ള സദസ്സാക്കി ഈ സദസ്സിനെ നീ ഖബൂൽ ചെയ്യണേ റബ്ബേ. അർഹമുർ റഹീമീനായ അല്ലാഹ്, എന്തൊക്കെ വേദനകൾ അവരുടെ ഖൽബിലുണ്ടോ ആ വേദനകൾക്കൊക്കെ നീ പരിഹാരമുള്ള സദസ്സാക്കി ഈ സദസ്സിനെ നീ മാറ്റി കൊടുക്കണേ റബ്ബേ.
അർഹമുർ-റാഹിമീനായ അല്ലാഹ്, ഒരുപാട് വേദനകൾ കൽബിൽ വെച്ച് വന്നിരിക്കുന്ന സദസ്സാ റബ്ബേ, സദസ്സ് അല്ലാഹ്, നിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി ഈ സദസ്സിലേക്ക് വരാൻ ഈ സദസ്സ് കാത്തിരിക്കുകയാ റബ്ബേ. നിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടിയുടെ ദുആക്ക് ആമീൻ പറയാൻ അല്ലാഹുവേ, നിന്റെ ഓരോ മഴത്തുള്ളിയുടെയും കൂടെ ഇറങ്ങുന്ന അല്ലാഹുവേ മലക്കുകളുടെ കൂടെ ആമീൻ പറയാൻ കാത്തിരിക്കുന്ന ഈ സദസ്സിനെ നീ ഖബൂൽ ചെയ്യണേ റബ്ബേ, സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ അല്ലാഹുവേ നടത്തി സദസ്സിനെ ഖബൂലാക്കണേ റബ്ബേ. അവരുടെ ഹൃദയം നീ തകർത്തുകളയല്ല റബ്ബേ. അല്ലാഹ് റബ്ബേ, അവരുടെ ഹൃദയം നീ തകർത്തുകളയല്ല അല്ലാഹ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി, എന്റെ ശരീരം ആരുടെ കയ്യിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം. വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ശരീരം ആരുടെ കയ്യിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം. ലാ തഖൂമുസ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഹത്താ യബ്അഥല്ലാഹു അസ്സ വജല്ല ഉമറാ ഖദിബാ, കള്ളം പറയുന്ന ഭരണാധികാരികൾ രംഗത്ത് വരുന്നവരെ, കള്ളം പറയുന്ന ഭരണാധികാരികൾ രംഗത്ത് വരുന്നത് വരെ ഖിയാമത്ത് നാളില്ല.